72ാമത്തെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനവും അതേപോലെ ബഹുമാനപ്പെട്ട MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ച ഡിപ്പോ യാർഡിൻ്റെയും പ്രവേശന കവാടത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട നെടുമങ്ങാട് നിന്ന് പറശ്ശിനിക്കടവ് വരെയും നെടുമങ്ങാട് നിന്ന് മാനന്തവാടി വരെയുള്ള ഒരു ലോങ് സർവീസിൻ്റെയും ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാടിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു KSRTCയുടെ ഏറ്റവും നല്ലൊരു തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ നാടിൻ്റെ MLA സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായ ശ്രീ GR അനിൽ അവർ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ട് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായ എന്നാൽ ഏറ്റവും ആധുനികമായ ഒരു കവാടം നിർമ്മിച്ച് നൽകുന്നതോടൊപ്പം KSRTCയുടെ യാർഡ് മുഴുവൻ വലിയൊരു ഏരിയയാണ്, അത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് അദ്ദേഹം സ്റ്റൈലാക്കി തന്നിരിക്കുകയാണ്. ഇന്ന് നെടുമങ്ങാട് ഡിപ്പോ കണ്ടു കഴിഞ്ഞാൽ അതിഗംഭീരമായ സ്റ്റൈലൻ ഡിപ്പോ ആയി മാറിയിട്ടുണ്ട്. പകരുന്നത് നെടുമങ്ങാട് പറശ്ശിനിക്കടവ്, നെടുമങ്ങാട് മാനന്തവാടി എന്നീ 2 ബസ് സർവീസുകൾ ഇന്നിവിടെ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 98 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടാണ്